പ്രിയ സുഹൃത്തുക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പ്രാവശ്യത്തെ 2020 വേൾഡ് കപ്പിൽ ശുഭ്മാൻ ഗില്ലായിരുന്നു അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പൺ ചെയ്തത് ഇരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവർ ഓസ്ട്രേലിയയിൽ പരീക്ഷിച്ച ഗിൽ, ഏഷ്യ കപ്പിൽ പരീക്ഷിച്ച ഗിൽ ആയിരുന്നു ഇവരുടെ ഓപ്പണറെങ്കിൽ ഈ ലോക റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെടുമായിരുന്നു. അപ്പോൾ എൻ്റെ സംശയം ഇതാണ്, ഞാൻ ഗില്ലിനെ പരിഹസിക്കാനോ ഗില്ലിനെ കുറച്ച് കാണിക്കാനോ അല്ല. അവൻ നല്ല ക്ലാസ് കളിക്കാരനാണ്. പക്ഷേ 2020 ഫോർമാറ്റിൽ ഇന്നത്തെ രീതിയിൽ കളിക്കാൻ അവൻ യോഗ്യനല്ല. ഇന്ത്യൻ ടീമിൽ അവന് ടെസ്റ്റ് കളിക്കാം, അവിടെ ബോളുകൾക്ക് നമുക്ക് വിഷമവുമില്ല. പക്ഷെ ബോളുകളുടെ എണ്ണം കൗണ്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ, റൺസ് റേറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഗില്ല് യോഗ്യനല്ല ഈ കളി കളിക്കാൻ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇങ്ങനെ വൺ ഡേ ക്രിക്കറ്റിലും 2020യിലും സാഹചര്യം അനുവദിക്കാതെ ഇരുന്നിട്ടും ഇൻഫ്ലുവൻസിലൂടെ, മറ്റുള്ളവരുടെ നാമകരണത്തിലൂടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പവറിൻ്റെ, അധികാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ ആ ദണ്ടിലൂടെ കടന്നു വന്ന ചിലർ ഇന്ത്യയുടെ വിജയങ്ങളെ തടഞ്ഞില്ലേ? ഇന്ത്യക്ക് അവർ പരാജയങ്ങൾ നൽകിയില്ലേ? അവരുടെ വ്യക്തിഗത സ്കോറുകൾ ചലിപ്പിക്കുന്നതിലായിരുന്നില്ലേ അവരുടെ പ്രയത്നം? ഈ കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ തന്നെ 2025 നവംബർ സംഭവിച്ചത്, അവിടെ കോഹ്ലിയുടെ സെഞ്ചുറി വന്നു. പക്ഷേ കോഹ്ലി എത്ര പരാജയം അനുഭവിച്ചു. കോഹ്ലിക്ക് ഏജ് എത്രയായി? രോഹിത് ശർമ്മയുടെ പ്രായം എത്രയാണ്? നമ്മൾ സമയത്തിനനുസരിച്ച് മാറിക്കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പുതിയ പിള്ളേർ കയറി അങ്ങ് പണിയില്ലേ? ഇന്ത്യക്ക് റെക്കോർഡുകൾ കൊണ്ടുവരില്ലേ? ട്രോഫി കൊണ്ടുവരില്ലേ? പേരിനും പ്രശസ്തിക്കും വേണ്ടി ഇപ്പോഴും കടിച്ചുകൂടി തൂങ്ങിക്കിടക്കുന്ന ആളുകൾ ഇന്ത്യൻ ടീമിലില്ലേ? ഞാൻ ആരെയും കുറച്ച് കാണാൻ വേണ്ടിയിട്ടല്ല. അവരുടെ സമയത്ത് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അഭിമാനത്തോടു കൂടി നോക്കിക്കാണുകയാണ്. പക്ഷേ അവർ കടിച്ചു തൂങ്ങിക്കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത് ശരിയാണോ? അത് മറ്റുള്ളവർക്കുള്ള നീതി നിഷേധമല്ലേ? ഇനിയും ഗില്ലിനെ നിങ്ങൾക്ക് ഓപ്പണിംഗ് ആയിട്ട് വേണോ?